കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് 3 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ ഫൈബർ വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മൂന്ന് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തിയ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഇത് എപ്പോഴാണ് ഈ വള്ളം മറിഞ്ഞത്? ഇവരെ സുരക്ഷിതരായി കരക്കെത്തിച്ചല്ലോ അല്ലേ? രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ബേപ്പൂർ പുളിമുട്ടിൽ നിന്നും 3 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഫൈബർ വള്ളമാണ്, ഇത് മറിയുകയായിരുന്നു. 3 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. 3 മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഉടൻ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബേപ്പൂരിൽ നിന്ന് കോസ്റ്റൽ പോലീസും ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് ടീമും അങ്ങോട്ട് പോവുകയായിരുന്നു. തുടർന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തി 3 പേരെയും മറ്റൊരു ബോട്ടിൽ, കോസ്റ്റൽ പോലീസിന്റെ ബോട്ടിൽ ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ശക്തമായ തിരയായിരുന്നു. ഈ തിരയിൽപ്പെട്ടാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഉന്മേഷ്, ഇതിൽ ഈ മഴയുണ്ടെന്ന് തോന്നുന്നല്ലോ. ശക്തമായ മഴയാണോ ഇപ്പോൾ അവിടെ കോഴിക്കോട്? അത് ശക്തമായ മഴ തന്നെയാണ്. കോഴിക്കോട് നഗരപ്രദേശമാണെങ്കിലും ഗ്രാമീണ മേഖലകളിലേക്ക് പോവുകയാണെങ്കിലും അതിശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് പുലർച്ചെ മുതലുണ്ടായ ചുഴലിക്കാറ്റാണ്. ആ ചുഴലിക്കാറ്റിലാണ് കല്ലാച്ചി, വിലങ്ങാട്, താമരശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധങ്ങൾ തകരാറായിട്ടുണ്ട്. മാത്രമല്ല കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാറും ചെറുപുഴയുമെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആ മേഖലയിൽ മാവൂർ ആണ്. ചെറിയൊരു മഴ പോലും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടിനും എല്ലാം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രത്യേകിച്ച് പുഴയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും മഴ തുടരുകയാണ്. ഉന്മേഷ്.